ഹായ് സ്റ്റുഡൻസ്, SLC IT മിഡ് ടേം എക്സാമിലെ CSS ഭാഗത്തു നിന്ന് വന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിൽ ആദ്യം വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. ഓപ്പൺ ദ ഫയൽ നെയിംലി ഫ്രീഡം സോഫ്റ്റ്വെയർ day.html ഇൻ ദ എക്സാം 10 ഡോക്യുമെൻറ്റ്സ് ഫോൾഡർ ഇൻ എ ടെക്സ്റ്റ് എഡിറ്റർ ആൻഡ് ക്രിയേറ്റ് വെബ് പേജ് റിലേറ്റഡ് ടു സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ ആസ് ഇൻ മോഡൽ ഗീവൺ ബിലോ ആൻഡ് ദ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഈ തന്നതുപോലെ നമ്മൾ നമ്മുടെ വെബ് പേജ് ആക്കി മാറ്റണം. Changes are to be made in the CSS. Align the headings in the H1 tag in the file to the center of the page. അപ്പോൾ അതിനുള്ള കോഡ് ഇവിടെ തന്നിട്ടുണ്ട്. ടെക്സ്റ്റ് അലൈൻ :center ആൻഡ് ഗീവ് ദം എ ബ്ലൂ കളർ. അപ്പോൾ അതിൻ്റെ കോഡ് color::blue. Then save the edited file using save as option with your register number _ freedom.html as file name to the exam 10 products folder. Then open and display it in web browser. ഇതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും കൂടി നോക്കാം. മലയാളത്തിലെ എക്സാം 10 ഡോക്യുമെൻറ്റ്സുള്ള ഫ്രീഡം സോഫ്റ്റ്വെയർ day.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേയും ബന്ധപ്പെട്ട ഒരു വെബ് പേജ് താഴെ നൽകിയ സൂചനയ്ക്ക് അനുസൃതമായിട്ട് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ CSS കോഡിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സിലുള്ള ഫ്രീഡം സോഫ്റ്റ്വെയർ day.html എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യാന്നുള്ളതാണ്. അതിനായിട്ട് ഇവിടെ ഫയൽസ് എടുക്കുന്നു. ഇവിടെ എക്സാം 10 ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് എടുക്കാം. അതിൽ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫ്രീഡം സോഫ്റ്റ്വെയർ day.html. നമ്മുടെ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്ത് കാണുക ചെയ്യാം. എങ്ങനെയാണ് ഈ ഫയൽ വെബ് പേജ് ഉള്ളതെന്ന് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ട്. ഇതിനെ നമ്മളിനി ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ ആക്കണം, കളറൊക്കെ മാറ്റണം. അപ്പോൾ അത് നമുക്കത് മാറ്റാൻ വേണ്ടി അതിൻ്റെ CSS കോഡാണ് കാണേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഈ ഫയൽ നമ്മൾ സെലക്ട് ചെയ്തു. റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ സോഫ്റ്റ്വെയർസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ടെക്സ്റ്റ് എഡിറ്റർ എന്നുള്ളതാണ്. അപ്പോൾ അതിവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ കാണുന്ന വ്യൂ ഓൾ ആപ്ലിക്കേഷൻസ് എടുക്കുന്നു. അപ്പോൾ ഇവിടെ താഴെയായിട്ട് കാണിക്കുന്നുണ്ട് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ അത് സെലക്ട് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ കോഡ് CSS കോഡ് കാണാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം വരുത്തേണ്ട ചേഞ്ചസ് ഈ പറയുന്ന H1 എന്ന് പറയുന്ന ഹെഡിങ്ങിലാണ് വരുത്തേണ്ടത്, ഈ സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ എന്നുള്ളിടത്ത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ കൊടുക്കാൻ പറഞ്ഞു H1 ടാഗിന്, അതേപോലെ തന്നെ കളർ ബ്ലൂ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ ടെക്സ്റ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. പേജ് നമ്പർ 88 അവിടെ തന്നിട്ടുണ്ട് H2 സ്റ്റൈൽ. അപ്പോൾ നമ്മളിവിടെ H1 സ്റ്റൈൽ എന്ന് കൊടുക്കുക. ഈക്വൽ ടു ഇൻവെർട്ടർ കോമയിൽ കളർ : കളറാണ് മാറ്റുണ്ടെങ്കിൽ കളർ കൊടുക്കുക. ഏതാണ് പ്രോപ്പർട്ടി നമുക്ക് വേണ്ടത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് അലൈൻ : എന്താണോ നമുക്ക് വേണ്ട വാല്യൂ അത് കൊടുത്തിട്ട് സെമിക്കോളൻ, അത് കഴിഞ്ഞ് ഇൻവെർട്ടർ കോമ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാം അവിടെ. അപ്പോൾ അതിനായിട്ട് ഇവിടെ H1 എന്നുള്ള ടാഗ് എടുത്തു. അവിടെ സ്പേസ് ബാർ പ്രസ് ചെയ്തു. അതിനുശേഷം സ്റ്റൈൽ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഈക്വൽ ടു ഇൻവെർട്ടർ കോമയിൽ ടെക്സ്റ്റ് അലൈൻ സെൻറ്റർ നമുക്ക് തന്നതുപോലെ കൊടുക്കുന്നു. ടെക്സ്റ്റ് അലൈൻ : കോളൻ കൊടുത്തിട്ട് സെൻറ്റർ. വാല്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സെമിക്കോളൻ കൊടുക്കുക. അപ്പോൾ ഒന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മളെ ക്വസ്റ്റ്യനിൽ തന്നതുപോലെ ഒന്ന് കൊടുത്തു. ഇനി അടുത്തത് എന്താണ്, കളർ ബ്ലൂ. അപ്പോൾ അതും H1 തന്നെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും അവിടെ കളർ ബ്ലൂ എന്ന് കൊടുക്കുന്നു. ബ്ലൂ എന്ന് കൊടുക്കുക. സെമിക്കോളൻ കൊടുത്തു. അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്തു, സെമിക്കോളൻ കൊടുത്തു. അതിനുശേഷം ഇൻവെർട്ടർ കോമ കൊടുത്തു. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. ഇത് തന്നെ നമ്മൾ താഴെയുള്ള H1 കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഒരു രണ്ടും സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേയും 20 സെപ്റ്റംബറും സെൻറ്റർ അലൈൻമെൻറ്റിലാണ് വരുന്നത്. അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ അടുത്തത് നമ്മുടെ 20 സെപ്റ്റംബർ എന്നുള്ളതും സെൻറ്റർ അലൈൻമെൻറ്റിലാണ് വരേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ കോഡ് ഇവിടെ നിന്ന് സ്റ്റൈൽ തൊട്ടിട്ട് നമ്മളിവിടം വരെ ഇൻവെർട്ടർ കോമ അവസാനിക്കുന്നിടം വരെ നമ്മൾ കൊടുക്കുക. സെലക്ട് ചെയ്തു, കോപ്പി കൊടുക്കുക. എന്നിട്ട് ഇവിടെ H1 എന്നുള്ളിടത്ത് ജസ്റ്റ് സ്പേസ് കൊടുത്തു. അതിനുശേഷം ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്കിൽ പേസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ആ കൊടുത്ത് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് സേവ് ചെയ്യണം. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ സേവ് ചെയ്യാനാണ്. സേവ് ആസ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് യുവർ രജിസ്റ്റർ നമ്പർ _ freedom.html അങ്ങനെ സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സേവ് ആസ് ഓപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള 3 ലൈൻസ്, ഈ 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതാ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ കാണാം. സേവ് ആസ് എടുത്തു. ഇവിടെ നമ്മൾ ഹോം, അതിൽ എക്സാം 10 പ്രൊഡക്ട്സ് എന്ന് കാണാം. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ
ഈ ഒരു HTML മുന്നേ ഉള്ള ഈ ഒരു ഫയലിനെയും നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. അതിനുശേഷം നിങ്ങളെ രജിസ്റ്റർ നമ്പർ എത്രയാണോ അത് അടിക്കുന്നു. ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മൈനസ്, അപ്പോൾ അണ്ടർസ്കോർ എന്നുള്ള സിമ്പൽ വരും. അതിനുശേഷം ഫ്രീഡം എന്ന് ടൈപ്പ് ചെയ്യും. .html അതവിടെ ഉണ്ട്. എന്നിട്ട് സേവ് കൊടുക്കുക. ഇത് നമ്മളോട് ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് ഓപ്പൺ ചെയ്തിട്ട് ദെൻ ഓപ്പൺ ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ വെബ് ബ്രൗസർ. ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഹോമിൽ exam10 പ്രൊഡക്ട്സ് എടുക്കുന്നു. ഇതാണ് നമ്മളിപ്പോൾ ചെയ്തു വെച്ച ഫയൽ. ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഫയൽ ഇങ്ങനെ ഇവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓപ്പൺ ദ ഫയൽ നെയിംലി kalolzone.html given in the exam10 documents folder in a text editor and prepare a web page to inform the state school Kalolzone as in the model given below. അപ്പോൾ ഈ ഒരു വെബ് പേജ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ചേഞ്ചസ് വരുത്തിയാൽ വരേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ട ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് തന്നു. അപ്ലൈ ബ്ലൂ കളർ ടു ദ ഹെഡിങ് ആൻഡ് അറേഞ്ച് ഇറ്റ് ടു ദ സെൻറ്റർ ഓഫ് ദ പേജ്. ദ ഫോണ്ട് സൈസ് ഓഫ് ദ പാരഗ്രാഫ് ഷുഡ് ബി 18 px. അതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യനും കൂടി നോക്കാം. exam10 ഡോക്യുമെൻറ്റ്സുള്ള kalolzone.html എന്ന ഫയൽ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്ന് സംസ്ഥാന കലോത്സവ വിവരങ്ങൾ അറിയിക്കുന്നതിനുള്ള വെബ് പേജ് താഴെ നൽകിയിരിക്കുന്ന മാതൃകയിൽ തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം. kalolzone.html. നമുക്ക് നേരെ ഫയൽസ് എടുക്കുന്നു. ഇവിടെ exam10 ഡോക്യുമെൻറ്റ്സിൽ kalolzone.html എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യാം. ഫയൽ ഇങ്ങനെയാണുള്ളത്. നമുക്കതിലൊന്ന് ചേഞ്ചസ് വരുത്താം. അപ്പോൾ ചേഞ്ചസ് വരുത്താനായിട്ട് റൈറ്റ് ക്ലിക്കിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ ഇവിടെ ഇതാ മുകളിലായിട്ട് ആ ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ട്. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വരുത്തേണ്ട ചേഞ്ചസ് അപ്ലൈ ബ്ലൂ കളർ ടു ദ ഹെഡിങ് ആൻഡ് അറേഞ്ച് ഇറ്റ് ടു ദ സെൻറ്റർ. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. ഇവിടെ H1 എന്നുള്ളത് എടുത്തു. നേരത്തെ നമ്മൾ കൊടുത്ത പോലെ തന്നെ സ്പേസ് സ്റ്റൈൽ എന്ന് കൊടുത്തു. ഈക്വൽ ടു ഇൻവെർട്ടർ കോമയിൽ ടെക്സ്റ്റ് അലൈൻ. നേരത്തെ നമ്മൾ കൊടുത്തതുപോലെ തന്നെയാണിത്. ടെക്സ്റ്റ് അലൈൻ കോളൻ സെൻറ്റർ. അതേപോലെ സെമിക്കോളൻ കൊടുത്തു. കളർ ബ്ലൂ ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. കളർ കോളൻ ബ്ലൂ സെമിക്കോളൻ. ഇൻവെർട്ടർ കോമയും കൊടുക്കുക. ഇത്രയും കൊടുത്തു. ഇനി നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഫോണ്ട് സൈസ് ഓഫ് ദ പാരഗ്രാഫ് ഷുഡ് ബി 18 px. അപ്പോൾ അതിനായിട്ട് പാരഗ്രാഫ് എന്നുള്ള സ്റ്റൈൽ ഇതാ പി സ്റ്റൈൽ എന്നിവിടെ തന്നിട്ടുണ്ട്. അതിൽ ഫോണ്ട് സൈസ് ഇവിടെ 10 px ആണുള്ളത്. അത് നമ്മളൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് 18 എന്ന് കൊടുത്താൽ മതി. ഈ രണ്ട് ചേഞ്ചസ് ആണ് ഇവിടെ ചെയ്യാൻ പറഞ്ഞത്. ഇനി ഇത് സേവ് ചെയ്യാൻ പറഞ്ഞത് രജിസ്റ്റർ നമ്പർ അണ്ടർസ്കോർ ഫെസ്റ്റിവൽ ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. അതെടുത്തിട്ട് ഹോം ഇവിടെ നിന്നും എടുക്കാം. exam10 പ്രൊഡക്ട്സ് എടുത്തു. അതിൽ കലോത്സവം എന്നുള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ രജിസ്റ്റർ നമ്പർ കൊടുത്തു. അണ്ടർസ്കോർ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് മൈനസ് അതിൻ്റെ അകത്ത് ഫെസ്റ്റിവൽ എന്ന് കൊടുക്കാനാണ് പറഞ്ഞത്. .html. ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഹോമിൽ exam10 പ്രൊഡക്ട്സ് എടുത്തു. അപ്പോൾ നമ്മൾ ചെയ്ത ഇതാണ്. ഈ ഫയലൊന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനെ തന്നതുപോലെ തന്നെ നമ്മളിവിടെ ചേഞ്ചസ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.